ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഗാന്ധിജിക്ക് നമുക്ക് കഥൻ്റെ ലാസ്റ്റ് ഭാഗം ഡിസ്കസ് ചെയ്യാൻ പോവാം കേട്ടോ. ഗാന്ധിജിയുടെ ഉപ്പുകഥൻ്റെ ലാസ്റ്റ് ഭാഗം ഡിസ്കസ് ചെയ്യാണ്. നമുക്കിതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് പറഞ്ഞു വെച്ചത്? നമ്മുടെ ഗാന്ധിജി കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഗാന്ധിജിൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ കൂടെ ദണ്ഡി തീരത്തേക്ക് പോയില്ലേ. അവിടെ ചെന്നിട്ട് സ്വന്തമായിട്ട് ഉപ്പുണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാരുടെ നിയമം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ പോയി അവർ ഓരോ ഗ്രാമങ്ങളിലൂടെ കടന്നു പോയി. ഓരോ ഗ്രാമത്തിലെത്തുമ്പോൾ അവിടെ നിന്നൊക്കെ അവരൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് രാത്രി ഏത് ഗ്രാമത്തിൽ എവിടെയാണോ എത്തുന്നത് അവിടെ കഴിച്ചു കൂട്ടും. രാവിലെ വീണ്ടും നടന്നു പോകും അല്ലേ. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്തത്. നമുക്ക് ബാക്കി നോക്കാം. दंडी पहुंचते ही सभी को समुद्र का आसमान तक फैला विस्तार दिखा. लहरें दिखी, लहरों में चमकता सूरज दिखा. किनारे के गड्ढों में नमक से गाढ़ा हुआ पानी और अपने आप बना नमक दिखा. ദാണ്ടി പഹുഞ്ചത്തെ ഹി, ദണ്ടിയിലെത്തിയപ്പോൾ തന്നെ സബീഖോ എല്ലാവരും, സമുദ്രിക ആസ്മാൻ തക് ഫൈല കടലിൻ്റെ ആകാശം വരെ പരന്ന് കിടക്കുന്ന, വിസ്താർ ദിഖ ആകാശം വരെ നീണ്ടു കിടക്കുന്നത് കണ്ടു. കടലിൻ്റെ ആകാശം വരെ നീണ്ടു കിടക്കുന്ന കടൽ എല്ലാവരും കണ്ടു. ലഹരേം ദിഖിയും തിരമാലകൾ കണ്ടു. ലഹരോമേം തിരമാലകളിൽ, ചമക്ത സൂരജ് ദിഖ തിളങ്ങുന്ന സൂര്യൻ കണ്ടു. കിനാരേക്ക് ഗഡോമേം തീരത്തുള്ള കുഴികളിൽ, കടലിൻ്റെ തീരത്തുള്ള കുഴികളിൽ, നമക് സേ ഗാഡ ഹുവ ഉപ്പിൻ്റെ അംശമുള്ള, കരയിലെ കുഴികളിലൊക്കെ ഉപ്പുവെള്ളം കലർന്ന, പാനി വെള്ളവും, ഔർ അപ്നെ ആപ് ബന നമക് ദിഖ സ്വയം രൂപപ്പെട്ട ഉപ്പും കണ്ടു. അവിടെ തിരമാലകളിൽ തിളങ്ങുന്ന സൂര്യനെ കണ്ടു. തീരത്തുള്ള കുഴികളിലൊക്കെ ഉപ്പ് കലർന്ന വെള്ളവും കണ്ടു. അതിൽ സ്വന്തമായിട്ടുണ്ടായ ഉപ്പും കണ്ടു. ഓക്കെ, നെക്സ്റ്റ്. उन सभी को गांधी जी ने यहाँ लाकर पूरे देश को अंग्रेज़ों से मुक्त होने का रास्ता दिखा दिया. हमारे दोस्त और कहानीकार आनंदमूर्ति कहते थे कि जब गांधी जी ने समुद्र किनारे हाथ में मुट्ठी भर नमक उड़ाया, उन्होंने देश को आज़ाद होने का रास्ता खोल दिया. उन सभी को गांधी जी ने यहाँ लाकर, അവരെ എല്ലാവരെയും, ഗാന്ധിജി യഹാം ലാക്കർ ഇവിടെ കൊണ്ടുവന്നിട്ട്, പൂരേ ദേശക്കോ അംഗ്രേസോം സെ മുക്ത് ഹോനെ കാ രാസ്ത ദിഖാ ദിയാ. പൂരേ ദേശക്കോ രാജ്യത്തിനെ മുഴുവനും, അംഗ്രേസോം സെ ബ്രിട്ടീഷുകാരിൽ നിന്ന്, മുക്ത് ഹോനെ കാ മുക്തി നേടാനുള്ള, ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടാനുള്ള, രാസ്ത ദിഖാ ദിയാ വഴി കാണിച്ചു കൊടുത്തു. അവരെല്ലാവരും അവിടെ കൊണ്ടു ചെന്നിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടാനുള്ള വഴി കാണിച്ചു കൊടുത്തു. ഹമാരെ ദോസ്ത് നമ്മുടെ ഫ്രണ്ട്, ഔർ കഹാനിക്കാർ കഥാകൃത്തുമായ, അനന്തമൂർത്തി കഹത്തേതേ അനന്തമൂർത്തി പറയാറുണ്ടായിരുന്നു, കി എന്തെന്നാൽ, ജബ് ഗാന്ധിജി സമുദ്ര കിനാരെ ഗാന്ധിജി ആ സമുദ്ര തീരത്ത് നിന്നും, ഹാത്ത് മേ കയ്യിൽ, മുട്ടി ഭർ നമക് ഉടായ ആ ഗാന്ധിജി ഒരു പിടി ഉപ്പ് എടുത്തപ്പോഴാണ്, ഉനോംനെ ദേശിക്കോ ആസാദ് അദ്ദേഹം രാജ്യത്തിനെ, ആസാദ് ഹോനേക്ക രാസ്ത ഖോൽ ദിയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി തുറന്നത്. ഗാന്ധിജി ആ കടൽ തീരത്ത് നിന്നും ഒരു പിടി ഉപ്പ് എടുത്തപ്പോഴാണ്, ഒരു കൈപ്പിടി ഉപ്പ് എടുത്തപ്പോഴാണ് എന്ത് ചെയ്ത് അദ്ദേഹം നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത് എന്ന് അനന്തമൂർത്തി, അത് നമ്മുടെ ഫ്രണ്ടും അനന്തമൂർത്തി, നമ്മുടെ കഥാകാരൻ്റെ ഫ്രണ്ടും കഥാകൃത്തുമായിട്ടുള്ള അനന്തമൂർത്തി പറയാറുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 17 वर्ष बाद देश सचमुच उस रास्ते पर चलता हुआ आज़ाद हो गया. इस कहानी में और भी कई भीतरी कुमाव है. तुम वह सब खुद खोजो. खुद यह खोजो कि हम किन किन रास्तों से अंग्रेज़ों के चंगुल से छुड़े थे. 17 വർഷങ്ങൾക്ക് ശേഷം, 17 വർഷ ബാദ് 17 വർഷത്തിന് ശേഷം, സച്മുച്ച് യഥാർത്ഥത്തിൽ, ഉസ് രാസ്തേ പർ ചൽത്താ ഹുവ ആ പാത പിന്തുടരുന്ന,
രാജ്യം ആസാദ് ഹോ ഗയാ, യഥാർത്ഥത്തിൽ സ്വതന്ത്രമായി. നമ്മുടെ 17 വർഷത്തിന് ശേഷമാണ് ആ പാത പിന്തുടർന്നാണ് രാജ്യം യഥാർത്ഥത്തിൽ സ്വതന്ത്രമായത്. ഇസ് കഹാനിമേ, ഈ ഒരു കഥയിലെ ഔർ ബി കൈ ബി തെരി ഘുമാവ് ഹെ, ഇനിയും ഒരുപാട് ട്വിസ്റ്റുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ ഒരു കഥയിൽ ഇനിയും ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്. തും വഹ് സബ് ഗുദ് ഗോജോ, നിങ്ങളത് അവയെല്ലാം എന്ത് ചെയ്യണം, സ്വയം അന്വേഷിച്ച് കണ്ടെത്തണം. ഗുദ് യഹ് ഗോജോ कि हम किन किन रास्तों में अंग्रेज़ों के चंगुल से चुड़े दे. ഗുദ് സ്വയം, യഹ് ഗോജോ നിങ്ങൾ കണ്ടെത്തുക, ഹം നമ്മൾ, കിൻ കിൻ രാസ്തോം സേ ഏതെല്ലാം വഴിയിലൂടെയാണ്, അംഗ്രേസോം സേ ചങ്കുൽ സേ ചൂട്ടേ ദേ ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്, ഏതെല്ലാം വഴികളിലൂടെയാണ് നമ്മൾ ബ്രിട്ടീഷുകാരുടെ ആ പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എന്ന് മക്കളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 17 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞ് 17 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്. അപ്പോൾ അതെന്തെല്ലാമാണ്, നമ്മൾ എന്തെല്ലാം പല വഴികളിലൂടെ കടന്നിട്ടാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, അതെന്തെല്ലാമാണെന്ന് കണ്ടെത്താനാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഉപ്പ് കഥ ഉള്ളത് കേട്ടോ. ഇനി നമ്മുടെ ഈ കഥൻ്റെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ, ഒരു പിങ്ക് ബോക്സിൽ. ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്, अंग्रेज़ों ने भारत के लोगों को गुद नमक बनाने से रोक रखा था. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ജനങ്ങളെ സ്വയം ഉപ്പുണ്ടാക്കുന്നതിൽ നിന്നും തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അവർ നമുക്ക് പെർ ടാക്സ് ലഖാ രഖാ ഥ, ഉപ്പിന് ടാക്സും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇസ്കാ കാരൺ ക്യാ ഹോഗാ, അതിൻ്റെ കാരണം എന്തായിരിക്കും? നമ്മുടെ ഇന്ത്യക്കാർക്ക് ഉപ്പിന് ടാക്സും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, സ്വന്തമായിട്ട് ഉപ്പുണ്ടാക്കുന്നത് വിലക്കിയിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും അതിൻ്റെ കാരണം? अंग्रेज़ों ने भारत में नमक पर टैक्स लगा था. लोग गुद समुद्र के पानी से नमक बनाने तो सज़ा होती थी. नमक के बिना हमारा एक दिन भी नहीं चल सकता, इसलिए नमक बहुत महंगा हो गया. इस तरह अंग्रेज़ भारत को लूट रहे थे. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഉപ്പിന് ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, സ്വന്തമായിട്ട് ഉപ്പുണ്ടാക്കിയാൽ ശിക്ഷയും കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഉപ്പില്ലാതെ നമുക്ക് ഒരു ദിവസം പോലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഉപ്പ് നമുക്ക് വളരെ വളരെ വില കൂടിയതായ സാധനമായി മാറി അല്ലേ. ഇങ്ങനെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്, ഇന്ത്യക്കാരെ കൊള്ളയടിക്കുകയായിരുന്നു. ഈ ഒരു കാര്യത്തിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൊള്ളയടിക്കുകയായിരുന്നു. 17 വർഷ ബാദ് ദേശ് സച്ച്മുച്ച് ഉസ് രാസ്തേ പർ ചൽത്താ ഹുവ ആസാദ് ഹോ ഗയ. 17 വർഷങ്ങൾക്ക് ശേഷം ആ പാത പിന്തുടർന്നിട്ടാണ് അല്ലേ, യഥാർത്ഥത്തിൽ ആ പാതയിലൂടെ നടന്നിട്ടാണ് നമ്മൾ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെന്ന് പറഞ്ഞു അല്ലേ. ഇസ് രാസ്തേമേ ഹുയി മുഖ്യ ഘടനായേം ക്യാ ക്യാ ഹേ, ഈ വഴിയിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തെല്ലാമാണ്? 1857 का പ്രഥമ സ്വാതന്ത്ര്യതാ സംഗ്രാം, 1857 ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം, ജാലിയൻവാലാബാഗ് ഹത്യാകാണ്ഡ്, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല, അസഹയോഗ് ആന്തോളൻ, നിസ്സഹകരണ പ്രസ്ഥാനം, നമക് സത്യാഗ്രഹ്, ഉപ്പു സത്യാഗ്രഹം, ഭാരത് ചോഡോ ആന്തോളൻ, എന്താണ് ഭാരത് ചോഡോ പ്രസ്ഥാനം. ഓക്കെ, ഇത്ര കാര്യങ്ങളൊക്കെ നടന്നിട്ടാണ്, ഈ ഒരു വഴിയിലൂടെയൊക്കെ നടന്നിട്ടാണ് 17 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. ഓക്കെ, ഇൻ ഘടനാവും കോ ക്രംസേ ലിഖേ, ഇവിടെ കുറച്ച് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അത് ഓർഡറിലല്ല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച ഒരാൾക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. മിസ് ഓരോ പോയിന്റ് വായിക്കാം. വേ സഭി ലോക്, അവരെല്ലാ ആളുകളും, രാത് കിസി ഘാവുമേ കാട്ടത്തെ അവർ സുബഹ് ഫിർ ചൽപ്പടത്തെ, അവരെല്ലാ ആളുകളും രാത്രി ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെലവഴിച്ചിട്ട് രാവിലെ വീണ്ടും നടന്നു പോകും. ഇസ് പ്രകാർ ഗാന്ധിജീനെ പൂരെ ദേശക്കോ അംഗ്രേസോം സെ മുക്ത് ഹോനെ കാ രാസ്ത ദിഖാ ദിയ, ഇപ്രകാരം ഗാന്ധിജി രാജ്യത്തെ മുഴുവനും ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടാനുള്ള വഴി തുറന്നു കാണിച്ചു. യാത്ര കെ ദൗറാൻ ഹസാരോം ലോക് ചുടുത്തേ ഗയേ, യാത്രയിൽ ആയിരക്കണക്കിന് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗാന്ധിജി പൈദൽ ദാണ്ടി കെ സമുദ്ര കിനാരെ ചൽപ്പടേ, ഗാന്ധിജി കാൽനടയായിട്ട് ദണ്ഡി സമുദ്ര തീരത്തേക്ക് പോയി. രാസ്തേ മേം കൈ കാവ് പടേ, വഴിയിൽ ഒരുപാട് ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. സമുദ്ര കെ പാനി സെ നമക് ബനാക്കർ അംഗ്രേസോം കാ കാനൂൻ തോട,
സമുദ്രത്തിലെ വെള്ളം കൊണ്ട് ഉപ്പുണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചു. ഇത്രയും സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവങ്ങൾ എന്ത് ചെയ്യണം? ഓർഡറിലാക്കണം. ഇത് ഓർഡർ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ സംഭവങ്ങളൊക്കെ ഓർഡറിലാക്കാനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മിസ്സ് ഓർഡറിലാക്കി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ഗാന്ധിജി ദണ്ഡി തീരത്തേക്ക് പോയ സംഭവമാണ് അല്ലേ? ഗാന്ധിജി പൈദൽ ദണ്ഡിക്ക് സമുദ്ര കിനാരെ ചെൽപ്പടേ. ഗാന്ധിജി കാൽനടയായിട്ട് ദണ്ഡി സമുദ്ര തീരത്തേക്ക് പോയി. പിന്നെന്തായിരുന്നു? ആ യാത്രയിൽ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ജോയിൻ ചെയ്തു എന്ന് പഠിച്ചു അല്ലേ? യാത്രാക്കെ ദൗറാൻ ഹസാരോം ലോക് ജുഡ്തേ ഗയേ. യാത്രയിൽ ആയിരക്കണക്കിന് ആളുകൾ ജോയിൻ ചെയ്തു. രാസ്തേമേം കൈ ഗാവ് പടെ. വഴിയിൽ ഒരുപാട് ഗ്രാമങ്ങളുണ്ടായിരുന്നു. നെക്സ്റ്റ് ഏതാണ്? വേ സബി ലോക് രാത് കിസി ഗാവുമേ കാട്ടെ ഔർ സുബഹ് ഫിർ ചൽ പടത്തെ. അവരെല്ലാ ആളുകളും രാത്രി ഏതെങ്കിലും ഗ്രാമത്തിൽ ചെലവഴിച്ചിട്ട് രാവിലെ വീണ്ടും നടക്കും. സമുദ്ര കെ പാനി സേ നമക് ബനാക്കർ അംഗ്രേസോം കാ കാനൂൻ തോട. കടലിലെ വെള്ളം കൊണ്ട് ഉപ്പുണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചു. ഇസ് പ്രകാർ ഗാന്ധിജീനെ പൂരെ ദേശക്കോ അംഗ്രേസോം സെ മുക്ത് ഹോനെ കാ രാസ്ത ദിഖാ ദിയ. ഇപ്രകാരം ഗാന്ധിജി രാജ്യത്തെ മുഴുവനും ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടാനുള്ള വഴി കാണിച്ചു കൊടുത്തു. നെക്സ്റ്റ് നമ്മുടെ ആക്ടിവിറ്റി റപ്പട്ട് ലിഖേം. റപ്പട്ട് എഴുതാനാണ്. റപ്പട്ട് എന്ന് പറഞ്ഞാൽ ന്യൂസ് റിപ്പോർട്ട്. ഗാന്ധിജി അഹമ്മദാബാദ് സെ പൈദൽ ചൽക്കർ ദാണ്ഡി പഹുഞ്ചെ. ഗാന്ധിജി അഹമ്മദാബാദിൽ നിന്നും കാൽനടയായിട്ട് ദണ്ഡിയിലെത്തി. കുത് നമക് ബനാക്കർ അംഗ്രേസോം കാ കാനൂൻ തോട. സ്വയം ഉപ്പുണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചു. ഇസ് ഘടന പർ സമാചാർ പത്ര കേലിയെ ഏക്ക് റപ്പട്ട് തയ്യാർ കരേം. ഈ ഒരു സംഭവത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ന്യൂസ് പേപ്പറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, ന്യൂസ് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു റപ്പട്ട്, ന്യൂസ് പേപ്പർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റപ്പട്ട് ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കണം. ഓക്കെ, അപ്പോൾ ഒരു റപ്പട്ട് തയ്യാറാക്കുമ്പോൾ ശീർഷക് വേണം, സ്ഥാന് വേണം. ശീർഷക് എന്ന് പറഞ്ഞാൽ ഹെഡിങ്, സ്ഥാന് സ്ഥലം, ഘടനാവിവരണം. ആ ഒരു സംഭവം വിവരിക്കണം. ഓക്കെ, ആ സംഭവം ഘടന ക്യ, സംഭവം എന്താണ്, കബ് എപ്പോൾ നടന്നതാണ്, കഹാം എവിടെയാണ് നടന്നത്, ക്യോം എന്തുകൊണ്ടാണ് ആ സംഭവം ഉണ്ടായത്, കൈസേ എങ്ങനെ. ഈ ഒരു സംഭവങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ആവണം. നമ്മളൊരു ന്യൂസ് റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ അതൊക്കെ അതിൽ സംഭവം വേണം. ഓക്കെ, ഇപ്പോൾ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ന്യൂസ് റിപ്പോർട്ട്. നമ്മൾ ഫസ്റ്റ് ഹെഡിങ് വേണമെന്ന് പറഞ്ഞു അല്ലേ? നമുക്ക് സത്യാഗ്രഹ്, ഉപ്പു സത്യാഗ്രഹം നമ്മൾ ഹെഡിങ് കൊടുത്തു. നെക്സ്റ്റ് സ്ഥലം അഹമ്മദാബാദിലാണ് അല്ലേ? ഇനി ഇവിടെ നമ്മൾ കൊടുത്ത ഒരു ന്യൂസ് മിസ് വായിച്ചു തരാം. ഗാന്ധിജി അപ്നെ കുച്ച് അനുയായിയോം കെ സാത്ത് കൽ ദണ്ഡി പഹുഞ്ചെ. ഗാന്ധിജി തൻ്റെ കുറച്ച് അനുയായികളുടെ കൂടെ ഇന്നലെ ദണ്ഡിയിലെത്തി. വഹാം ഉനോംനെ സമുദ്ര കെ പാനി സേ കുച്ച് നമക് ബനായ. അവിടെ ചെന്നിട്ട് അദ്ദേഹം കടലിലെ വെള്ളം കൊണ്ട് ഉപ്പുണ്ടാക്കി. അംഗ്രേസോം കാ കാലാ കാനൂൻ തോട. ബ്രിട്ടീഷുകാരുടെ കരിനിയമം ലംഘിച്ചു. യഹ് യാത്ര 22 മാർച്ച് കോ ഗാന്ധിജി കെ സബർമതി ആശ്രം അഹമ്മദാബാദ് സെ ശുരു ഹുയി തി. ഈ ഒരു യാത്ര മാർച്ച് 22-ന് ഗാന്ധിജിയുടെ സബർമതി ആശ്രമ അഹമ്മദാബാദിൽ നിന്നും തുടങ്ങിയതായിരുന്നു. ഔർ കൽ സമാപ്ത് ഹുയി. അത് ഇന്നലെ അവസാനിച്ചു. ഗാന്ധിജീനെ യഹ് യാത്ര 24 ദിനോമേം പൂരിക്കി. ഗാന്ധിജി ഈ ഒരു യാത്ര 24 ദിവസം കൊണ്ട് പൂർത്തീകരിച്ചു. അംഗ്രേസോംനെ ഭാരതീയോം ക്യോ ഗുദ് നമക് ബനാനെ സെ രോക്ക് രഗാത. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ സ്വയം ഉപ്പുണ്ടാക്കുന്നതിൽ നിന്നും തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമക്ക് കെലിയെ ടാക്സ് ദേന പടുത്താത. ഉപ്പിന് വേണ്ടിയിട്ട് ടാക്സും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇസ്കെ വിരോധമേ നമുക്ക് സത്യാഗ്രഹ കിയാ ഗയാ. ഇതിൻ്റെ വിരോധത്തിൽ ഉപ്പ് സത്യാഗ്രഹം ചെയ്തു. അപ്പോൾ ഈ ഒരു വാർത്തയിൽ, ഈ ഒരു റിപ്പോർട്ടിൽ ഹെഡിങ്, സ്ഥലം, സംഭവം എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് പ്രൊഫൈൽ തയ്യാർ കരെ. സ്വാതന്ത്ര്യ സേനാനിയോ കെ പരിശ്രം കി ദേൻ ഹെ ആസാദി. സ്വാതന്ത്ര്യ സേനാനികളുടെ പരിശ്രമത്തിൻ്റെ വിലയാണ് സ്വാതന്ത്ര്യം അല്ലേ? അപ്പോൾ അതിന് അവർ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സേനാനീൻ്റെ പ്രൊഫൈൽ തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ അവർ ജനിച്ചതും അവരുടെ സ്ഥലവും ജനിച്ച ഡേറ്റും എല്ലാം ഉൾപ്പെടുത്തണം അല്ലേ? ഇവിടെ ഒരു പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഗാന്ധിജിൻ്റെ ഒരു പ്രൊഫൈൽ വായിച്ചു തരാം കേട്ടോ. പ്രൊഫൈൽ നമുക്ക് 1 by 1 ആയിട്ട് താഴേക്കായിട്ട് എഴുതാം. ഇങ്ങനെ ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതാം കേട്ടോ. ഹമാരെ രാഷ്ട്രപിതാ മഹാത്മാ
ഗാന്ധി കാ പുരാന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഹെ. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഫുൾ നെയിം മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. ഉൻകാ ജന്മ 1869 അക്ടോബർ 2 കോ ഗുജറാത്ത് കെ പോർബന്ദർ മേം ഹുവാ താ. അദ്ദേഹത്തിൻ്റെ ജനനം 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ്. उन्होंने सत्य और अहिंसा के मार्ग पर चलते हुए भारत के स्वतंत्रता आंदोलन का नेतृत्व किया. അദ്ദേഹം സത്യത്തിൻ്റെയും അഹിംസയുടെയും മാർഗത്തിലൂടെ നടന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം ചെയ്തു. ഉനേം പ്രേം ഭാവ് സെ ബാപ്പുജി പുക്കാർത്തെ ഹേ. അദ്ദേഹത്തെ നമ്മൾ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിച്ചു. 30 ജനുവരി 1948 കോ ഉൻകി മൃത്യു ഹുയി തി. 1948 ജനുവരി 30 അദ്ദേഹം മരണപ്പെട്ടു. ഓക്കെ, അപ്പം ഇത്രയ്ക്കും ആക്ടിവിറ്റീസാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളത് കേട്ടോ. അപ്പം എല്ലാം മക്കൾ ശ്രദ്ധിച്ച് പഠിച്ചു വെക്കാം. ഓക്കെ, ബൈ.